സ്നേഹപുരം ക്ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവൻ്റെ അരികിലേക്ക് മുത്തശ്ശി പ്രിയങ്ക അഭിനയിച്ച സിനിമയിലെ മാഗസിനും മറ്റ് പത്രവാർത്തയുള്ള ആ പേപ്പറൊക്കെ കൊണ്ട് ദേവൻ്റെ അരികിലേക്ക് വരിക. അതെല്ലാം ദേവൻ്റെ കൈ കൊടുത്തിട്ട് അതൊന്ന് തുറന്നു നോക്കാൻ പറയുവാണ് കേട്ടോ. അങ്ങനെ മാഗസിനിലും പത്രത്തിലുമൊക്കെ പ്രിയങ്കയെക്കുറിച്ചുള്ള വാർത്തയും ഫോട്ടോയും ഒക്കെ കണ്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടലോട് കൂടി നിൽക്കുവാണ് ദേവൻ. ഈ സമയം മുത്തശ്ശി പറയണേ, കണ്ടില്ലേ, പ്രിയങ്ക മോളുടെ പുതിയ സിനിമ വരാൻ പോകുന്നു, അവള് സിനിമയിൽ അഭിനയിക്കുകയാണ്. അന്നേരം ദേവനങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ. അവളോട് സിനിമയിലൊന്നും ഇനി അഭിനയിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ടും എൻ്റെ വാക്കിന് പുല്ല് വില കൊടുത്ത് അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയല്ലേ. അങ്ങനെ ദേവൻ പ്രിയങ്കയെക്കുറിച്ച് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുവാണ്. അന്നേരം മുത്തശ്ശി പറഞ്ഞേ, അതിന് നീ അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നിന്നോട് കള്ളം പറഞ്ഞ് അവളിവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയതേ നിന്റെ പുന്നാല മോള് രാധിക തന്നെയാ. അവളല്ലേ അവൾക്കൊപ്പം മ്യൂസിക് സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നിൻ്റെ അടുത്ത് വന്ന് പ്രിയങ്കയെ കൊണ്ടുപോകാനുള്ള അനുവാദം വാങ്ങിച്ചത്. അവളെന്തിനാ പ്രിയങ്ക മോളെ സിനിമയിൽ അഭിനയിക്കാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടേന്നറിയോ? പ്രിയങ്ക സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നീ അവളെ വെറുക്കും, അങ്ങനെ അവൾ നിൻ്റെ മനസ്സിൽ നിന്ന് പുറത്താകും. എന്നാലല്ലേ ഇവിടെ നിന്ന് വലിഞ്ഞു കയറി വന്ന അവൾക്ക് ഇവിടെ അധികാരം സ്ഥാപിക്കാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും എവിടെയെങ്കിലും കിടന്ന് ചത്തുപോകേണ്ട അവളെ നീയല്ലേ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയുള്ള നിന്നോട് തന്നെ അവൾ ഈ ചതി കാണിച്ചല്ലോ. ഇതാ ഞാൻ അവളിവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയായിരുന്നില്ലേ എന്ന്. അപ്പം നീ എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നല്ലോ നിനക്ക് നിൻ്റെ പുന്നാര മോളെ. ഇപ്പം മോള് തന്നെ തന്നല്ലോ സമ്മാനം. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കണ്ട് ദേവനാകെ തകർന്നിരിക്കുവാണ്. ഈ സമയം രാധികയും യശോദയൊക്കെ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ രാധികയെ കാണുന്നതും ദേവൻ ദേഷ്യത്തിൽ രാധികയോട് ചോദിക്കുക, പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന കാര്യം നിനക്കും അറിയായിരുന്നുവെന്ന്. ഈ സമയം രാധിക ടെൻഷനോടെ അച്ഛൻ്റെ മുമ്പിൽ തലതാഴ്ത്തി നിന്നുകൊണ്ട് എല്ലാം സമ്മതിക്കുവാണ്. അത് കേൾക്കുന്നതും ദേവന് കൂടുതൽ തകർന്നു പോകുവാണ് കേട്ടോ. മറ്റാരേക്കാളും ഇഷ്ടവും വിശ്വാസവും ഒക്കെ ആയിരുന്നു നിന്നെ എനിക്ക്. അങ്ങനെയുള്ള നീ തന്നെ എന്നിങ്ങനെ ചതിച്ചു കളഞ്ഞല്ലോ. അച്ഛ, ഞാൻ പറയുന്നുവെന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് രാധിക പറയാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം ദേവനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. മതി, നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്കിനി എൻ്റെ മുമ്പിൽ പോലും നിന്നെ കാണണ്ട. എവിടെയാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോവും. ദേവൻ്റെ ആ വാക്കുകൾ കേൾക്കുന്നതും രാധികയ്ക്ക് തകർന്നു പോകുവാണ് കേട്ടോ. യശോദയും അങ്ങ് ഞെട്ടിപ്പോകുവാണ്. ഈ സമയം മുത്തശ്ശി വരണേ, ഈ വാക്കിന് വേണ്ടിയായിരുന്നു ദേവ ഞാൻ കാത്തിരുന്നത്. വാടി, ഇവിടെ വാ. നിന്റെ പുന്നാര അച്ഛൻ തന്നെ പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് രാധികയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോകുവാണ്. ഈ സമയം രാധിക അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. എന്നാൽ അതൊന്നും കേൾക്കാതെ ദേവനകത്തേക്ക് റൂമിലേക്ക് കയറി പോകുവാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ആ രാത്രിയിൽ തന്നെ രാധികേനെ ആറ്റുവാശ്ശേരിയിൽ നിന്നും അടിച്ചിറക്കുവാണ്. എന്നിട്ട് രാധികയ്ക്ക് മുമ്പിൽ വാതിലടിച്ച് മുത്തശ്ശി അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഇതേ സമയം തൻ്റെ അച്ഛനും കൂടി തന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവഗണിച്ചല്ലോ എന്നോർത്ത് സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ട് രാധിക അവിടെ നിന്ന് പടിയിറങ്ങി പോകുവാണ്. അങ്ങനെ രാധിക അവിടെ നിന്ന് പോകുന്നത് അകത്ത് നിന്ന് നോക്കി സന്തോഷത്തോടെ കൂടി നിൽക്കുകയാണ് മുത്തശ്ശി. ഇതേ സമയം എന്തോ ഒരു സ്വപ്നം കണ്ട് ശ്യാമയും ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ശ്യാമയുടെ ടെൻഷനും പരിഭ്രമമൊക്കെ കണ്ട് അമൃത അങ്ങോട്ടേക്ക് ഓടി വന്ന് ചോദിക്കുക, എന്താ, എന്തു പറ്റി? അന്നേരം ശ്യാമ പറഞ്ഞേ, എന്തോ ഒരു സ്വപ്നം കണ്ടു മോളെ. അവളെവിടെ ആറ്റുവാശ്ശേരിയിൽ നിന്ന് എല്ലാവരും കൂടി പുറത്താക്കുന്ന പോലെ ഒരു സ്വപ്നം. മനസ്സിനൊരു സമാധാനമില്ല ഏട്ടത്തി ഒന്ന് മോളെ ഫോണിൽ വിളിക്കുക. അങ്ങനെ അമൃത രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയം ഫോൺ എടുക്കുന്നത് മുത്തശ്ശി ആയിരിക്കും കേട്ടോ. അന്നേരം രാധികയ്ക്കൊന്ന് ഫോൺ കൊടുക്കുമെന്ന് ചോദിക്കുക. ഈ സമയം മുത്തശ്ശി പറയണേ, എനിക്ക് രാത്രിയിൽ ആരുടെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിക്കാനും ഫോൺ കൊടുക്കാനൊന്നും സൗകര്യമില്ല. ഈ സമയം അമൃതയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ശ്യാമ സംസാരിക്കുന്നുണ്ട്. ഇത് കണിമംഗലത്തെ മുത്തശ്ശിയാണോ? അല്ല, ഞാനേ ആറ്റുവാശ്ശേരിയിലെയാ. പേരറിയണമെങ്കിൽ സുകുമാരി അമ്മ. വേറെന്തെങ്കിലും അറിയാനുണ്ടോ? അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയം ശ്യാമയുടെ മനസ്സിലാണെങ്കിൽ ഒരു ആശ്വാസമില്ല കേട്ടോ. ശ്യാമ പറയണേ, എന്താണെങ്കിലും നാളെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകണം. മനസ്സിന് ഒരു സമാധാനമില്ല. എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയതെന്നറിയാതെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല ഏട്ടത്തി. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അമ്പലത്തിലെത്തുന്ന ശ്യാമേനെയും അമൃതേനെയുമാണ്. അങ്ങനെ അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ശ്യാമ അമൃതയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം അമൃത പറയണേ, ശ്യാമ സ്വപ്നത്തെ കണ്ടതുപോലെ ദേവനാരായണ തിരുമേനി എങ്ങാനും രാധികയെ അടിച്ചിറക്കിയെന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിക്ക് ഒരിക്കലും താക്കാൻ പറ്റില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ രാധിക ഒരുപക്ഷെ പിന്നെ ഈ ഭൂമി പോലും ജീവിച്ചിരിക്കില്ല ഏട്ടത്തി എന്നും പറഞ്ഞ് ആ വാക്കുകൾ കേട്ട് പരിഭ്രമത്തോടെയും ടെൻഷനോടെയും കൂടെ നിൽക്കുവാണ് ശ്യാമ. ഇതേസമയം അവിടെ
അവർ വന്ന അതേ അമ്പലത്തിൽ തന്നെ രാധികയും ഉണ്ടാകും. രാധികയാണെങ്കിൽ അമ്പലത്തിൻ്റെ ആ പടിയിൽ ബോധമില്ലാതെ മയങ്ങി വീണ് കിടക്കുകയാണ്. ഈ സമയത്തായിരിക്കോട്ടെ ശ്യാമയും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്